കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിൽ അപകടം വരുത്തിവെച്ചതാണ് എന്ന് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. മുൻ യാത്രകളിൽ തന്നെ കപ്പലിന് ചെരിവുണ്ടായിരുന്നു. കപ്പലിന്റെ സുരക്ഷാ മാനേജ്മെന്റ് സംവിധാനം പൂർണ്ണമായി ഫലപ്രദമല്ലായിരുന്നു. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നും ഷിപ്പിംഗ് മന്ത്രാലയം DGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇത് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണല്ലോ, വരുത്തിവെച്ച അപകടം, വിവരങ്ങൾ. അനുജ, MSC എൽസ 3 2025 മെയ് 24-നായിരുന്നു കൊച്ചി തീരത്ത് മുങ്ങിയത്. ഇപ്പോൾ അത് വരുത്തിവെച്ച ഒരു അപകടം എന്നുള്ളതാണ് DG ഷിപ്പിംഗിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ഹൈക്കോടതിയിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഈ കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ ഏകദേശം 5 ഡിഗ്രി മുതൽ 27 ഡിഗ്രി വരെ അതിനൊരു ചെരിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് വിഴിഞ്ഞം പോർട്ട് കൃത്യസമയത്ത് തന്നെ ഈ കണ്ടെയ്നറുകൾ കയറ്റുന്ന സമയത്ത് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത് ചെവിക്കൊണ്ടില്ല. ആ സമയത്ത് തന്നെ 4ാമത്തെ ബ്ലോക്കിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതായത് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അതിന് ചെരിവുണ്ടായിരുന്നു. അതിൽ കണ്ടെയ്നറുകൾ കയറ്റുന്നത് ഇതിന്റെ സ്ഥിരതയെ ബാധിക്കും. ഒപ്പം തന്നെ അതിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു തുടങ്ങിയ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അത് ആകസ്മികമായി പെട്ടെന്നൊരു പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള മുങ്ങലായിരുന്നില്ല. അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2016-ൽ ഈ കപ്പൽ ഇതിനു മുൻപ് മുങ്ങിയ സമയത്ത് അതിന് വേണ്ട ഒരു അറ്റകുറ്റപ്പണികളൊന്നും തന്നെ അന്ന് കൂട്ടിയിടിച്ച സമയത്ത് ഈ കപ്പലിൽ നടത്തിയിട്ടില്ല എന്നുള്ളതും ഈ DG ഷിപ്പിംഗിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. കപ്പൽ അപകടം വരുത്തിവെച്ചത് എന്ന കണ്ടെത്തൽ. വിവരങ്ങളാണ് വിപിൻ സി വിജയൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.